ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടത്രേ, യബ്ന ആദം, മനുഷ്യരെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫറതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. ആദം സന്തതികളെ, മനുഷ്യരെ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുന്ന കാലമത്രയും വറജൗതനി, എന്നിൽ പ്രതീക്ഷയർപ്പിച്ച് എൻ്റെ റബ്ബ് പൊറുക്കും എന്ന ചിന്തയോടെ, ആ ഒരു പ്രതീക്ഷയോടുകൂടെ എന്നോട് ദുആ ചെയ്യുന്ന കാലമത്രയും ഗഫർതു ലക, നിനക്ക് ഞാൻ മാപ്പ് തരും, നിനക്ക് ഞാൻ പൊറുക്കും, നിന്നിൽ നിന്ന് എന്തുണ്ടായാലും വലാ ഉബാലി, എനിക്കത് പ്രശ്നമല്ല. എന്തൊക്കെ വലിയ പാപം ചെയ്തവനാണെങ്കിലും എനിക്കത് പ്രശ്നമല്ല, ഞാൻ പൊറുക്കും എന്ന് റബ്ബ് തആല പറയുന്നുവെന്ന് മുഹമ്മദ് നബി. മാത്രമല്ല റബ്ബ് നിർത്തിയില്ല, പിന്നെയും പറഞ്ഞു, യബ്ന ആദം, മനുഷ്യരെ, നിന്റെ ദോഷങ്ങൾ അനാനസമാൽ, ആകാശം മുട്ട ദോഷങ്ങളായി, തെറ്റുകളിങ്ങനെ കുമിഞ്ഞു കുമിഞ്ഞു കൂടിയിട്ട് ആകാശം മുട്ട ദോഷങ്ങളായി. സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പൊറുക്കലിനെ ചോദിച്ച്, പടച്ചോനെ എനിക്ക് പൊറുക്കണമെന്ന് പറഞ്ഞാൽ ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് പൊറുത്തോളാം, എനിക്കത് പ്രശ്നമല്ല. നിന്റെ പാപങ്ങൾ ഏതാണ്, തെറ്റുകൾ ഏതാണ് എന്ന് ഞാൻ നോക്കുന്നില്ല, എത്ര വലിയ പാപങ്ങളാണെങ്കിലും ഞാൻ പൊറുക്കാം. യബ്ന ആദം, മനുഷ്യരെ, ആദം സന്തതികളെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി നിറയെ ദോഷങ്ങളുമായി എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വന്നാൽ, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, എന്നോട് ഒന്നിനെയും പങ്കുവെക്കാതെ, ശിർക്ക് വെക്കാതെ എന്നോട് ചോദിച്ചാൽ, എന്നെ കണ്ടുമുട്ടിയാൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ നിനക്ക് ഞാൻ മഗ്ഫിറത്ത് തരാമെന്ന് റബ്ബ് പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദോഷങ്ങൾ വന്നിട്ട്, അബദ്ധങ്ങൾ വന്നിട്ട് റബ്ബിനോട് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, റബ്ബിലേക്ക് പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ, ദഅൗതനി വറജൗതനി, ദുആ ചെയ്യുക മാത്രമല്ല, പ്രതീക്ഷയും വേണം. റബ്ബ് പൊറുക്കുമെന്ന പ്രതീക്ഷ വേണം. പൊറുക്കുകയാണെങ്കിൽ പൊറുക്കട്ടെ, അല്ലാഹ് മാപ്പാക്കുകയാണെങ്കിൽ മാപ്പാക്കട്ടെ, അങ്ങനെയല്ല. എൻ്റെ റബ്ബെനിക്ക് പൊറുക്കും, എല്ലാം പൊറുക്കും എന്ന പ്രതീക്ഷയോടുകൂടെ ആര് എന്നോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞാലും അവർക്ക് ഞാൻ മഗ്ഫിറത്ത് കൊടുക്കുമെന്ന്, അവർക്ക് ഞാൻ പൊറുക്കുമെന്ന് റബ്ബ് തആല പറയുകയാണ്. അത്രയും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ഒരു കവിയായിരുന്നു. അബ്ബാസിയ ഭരണകൂടത്തിലെ ഒരു പ്രഗത്ഭനായ കവിയായിരുന്നു അബൂ നുവാസ്. അബ്ബാസിയ കാലഘട്ടത്തിലെ ഒരു പ്രഗത്ഭനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വീഴ്ചകളുമുണ്ടായി, പല അബദ്ധങ്ങളും വന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ, അബൂ നുവാസ് മരിച്ചു കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായിരുന്ന മുഹമ്മദ് ഇബ്നു നാഫിഉൽ വാഇദ്, വലിയ പ്രഭാഷകനാണ്, വലിയ വാദ് പറയുന്ന ആളാണ്, മുഹമ്മദ് ഇബ്നു നാഫിഉൽ വാഇദ് എന്ന സ്വാലിഹായ മനുഷ്യൻ അബൂ നുവാസിനെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിലൂടെ കണ്ടപ്പോൾ അബൂ നുവാസിനോട് ഈ നല്ല മനുഷ്യനാകുന്ന മുഹമ്മദ് ഇബ്നു നാഫിഉൽ വാഇദ് ചോദിക്കുകയാണ്, എന്തുണ്ട് അവസ്ഥ? മാ ഫഅലല്ലാഹു ബിക്, നീ മരിച്ചുപോയല്ലോ, അള്ളാഹു നിന്നെ കൊണ്ട് എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, മറുപടിയായിട്ട് പറഞ്ഞു, ഗഫറല്ലാഹു ലീ, അള്ളാഹു എനിക്ക് എല്ലാ പാപങ്ങളും പൊറുത്തിട്ടുണ്ട്, അള്ളാഹു എനിക്ക് എല്ലാ ദോഷങ്ങളും പൊറുത്തിട്ടുണ്ട്. അബൂ നുവാസിനോട് ഈ പണ്ഡിതൻ ചോദിക്കുകയാണ്, ബി അയ്യി ശൈഇൻ, എന്തുകൊണ്ടാണ്, എന്ത് പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകിയത്? ഖാല, ആ സമയത്ത് ഈ അബൂ നുവാസ് പറയുകയാണ്, ബിതൗബത്തിൻ തുബ്തുഹാ ഖബല മൗതി, മരിക്കും മുമ്പ് എൻ്റെ റബ്ബിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചിരുന്നു, അള്ളാഹുവിനോട് ഞാൻ തൗബ ചെയ്തിരുന്നു, വന്നു പോയിരിക്കുന്ന അബദ്ധങ്ങളിലെല്ലാം റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിച്ചിരുന്നു. ആ തൗബ കൊണ്ടാണ്. മാത്രമല്ല, അങ്ങനെ തൗബ ചെയ്തുകൊണ്ട് പടച്ചവനോട് ഞാൻ ചൊല്ലിയ ചില വരികളുണ്ട്. അബൂ നുവാസ് ഈ പണ്ഡിതനെ പാടിക്കൊടുക്കുകയാണ്, യാ റബ്ബി ഇൻ അളുമത് ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅലമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫമനില്ലദീ യദ്ഉ വയർജുൽ ആതിമു അദൂക റബ്ബി കമാ അമർത തദർറുആ ഫലഇൻ റദത്ത യദീ ഫമൻ ദാ യർഹമു
മാലി ഇലൈക വസീലത്തുൻ ഇല്ലർ റജാ വജമീലു ളന്നി സുമ്മ അന്നി മുസ്ലിമൂ. അബൂനുവാസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ മരിക്കും മുമ്പ് റബ്ബിലേക്ക് പശ്ചാത്തപിച്ചിരുന്നു. എന്നിട്ട് റബ്ബിനോട് ഈ ബൈത്തുകൾ പാടിക്കൊണ്ട് റബ്ബിനോട് ഞാൻ പറഞ്ഞിരുന്നു, അള്ളാഹിനോട് ഞാൻ സങ്കടം പറഞ്ഞിരുന്നു. യാ റബ്ബി ഇൻ അദമത് ദുനൂബി കത്റതൻ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅദമു. പടച്ചവനെ, എൻ്റെ ദോഷങ്ങൾ, എൻ്റെ പാപങ്ങൾ അനേകമുണ്ടെങ്കിലും അതിലും വലുതാണ്, അതിനേക്കാളും മീതയാണ് നിന്റെ മാപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബിനാ വറഹ്മതുക അർജാ ഇൻദനാ മിൻ അഅമാലിനാ. ദുആ ചെയ്യാൻ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. റബ്ബിനോട് മഗ്ഫിറത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ല ദുആയാണ്. അല്ലാഹുവേ, മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബിനാ, നിന്റെ പാപമോചനം ഞങ്ങൾ ചെയ്ത പാപങ്ങളെക്കാളും വിശാലമാണല്ലോ, അതിൻ്റെയും മീതെയാണല്ലോ നിന്റെ മഗ്ഫിറത്ത്. വറഹ്മതുക അർജാ ഇൻദനാ, നിന്റെ റഹ്മത്താണല്ലോ ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത്. മിൻ അഅമാലിനാ, ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളെക്കാളും, ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിനേക്കാളെല്ലാം പ്രതീക്ഷ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലിലല്ല, ഞങ്ങൾ ചെയ്ത ജോലികളിലല്ല, നിന്റെ റഹ്മത്തിലാണ് എന്ന് റബ്ബിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ, അള്ളാഹിന്റെ മഗ്ഫിറത്തും റഹ്മത്തും പറഞ്ഞ് ഇഗ്ഫിർ ലനാ ദുനൂബനാ വർഹംനാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അബൂനുവാസ് പാടി, പടച്ചോനെ, എൻ്റെ ദോഷങ്ങൾ ഒരുപാടുണ്ട്, എനിക്കറിയാം, എന്നാലും അതിൻ്റെ മീതെയാണല്ലോ നിന്റെ അഫ്വ്. ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫമനില്ലദീ യദ്ഉ വയർജുൽ ആതിമൂ. പടച്ചോനെ, നല്ലവർക്ക് മാത്രമാണ് നിന്റെ അടുക്കൽ പ്രതീക്ഷിക്കാൻ വകയുള്ളൂ എങ്കിൽ, നല്ല ആളുകൾക്ക് മാത്രമേ നിന്റെ അടുത്ത് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എങ്കിൽ, തെറ്റുകാരും കുറ്റക്കാരുമായ ആളുകൾ ആരെ പ്രതീക്ഷിച്ചു പോകാനാണ്? ആരടുത്ത് പോയി പറയാനാണ്? നല്ലവർക്ക് മാത്രമല്ലല്ലോ നിന്റെ അടുക്കൽ പ്രതീക്ഷ, എല്ലാ ആളുകൾക്കും പ്രതീക്ഷയുണ്ടല്ലോ. അതുകൊണ്ട് പൊറുക്കണേ എന്നാണ് മഹാൻ പറയുന്നത്. അദ്ഉക റബ്ബി കമാ അമർത തളർറുആ ഫലഇൻ റദത്ത യദീ ഫമൻ ദാ യർഹമൂ. അതുകൊണ്ട് വിനയാന്വിതനായി ഞാൻ എന്നോട് പറയുന്നു, റബ്ബേ, തെറ്റുകൾ ഏറ്റു പറയുന്നു, നീ മടക്കല്ലേ, എന്നെ റദ്ദാക്കല്ലേ. നീ തട്ടിക്കളഞ്ഞാൽ ആരാണ് പിന്നെ എന്നോട് കരുണ ചെയ്യാനും എന്നോട് റഹ്മത്ത് ചെയ്യാൻ പിന്നെ ആരാണ്? മാലി ഇലൈക വസീലത്തുൻ ഇല്ലർ റജാ വജമീലു ളന്നി സുമ്മ അന്നി മുസ്ലിമൂ. ഇതൊക്കെ ചോദിക്കാനും, നിന്റെ മഗ്ഫിറത്ത് ചോദിക്കാനും, നിന്റെ മഗ്ഫിറത്ത് കിട്ടാനും എനിക്ക് പ്രതീക്ഷയുള്ളത് എൻ്റെ അമലുകളൊന്നുമല്ല. ആ അമലുകളിലും ഒരു പ്രതീക്ഷയും എനിക്കില്ല. എനിക്കുള്ള മാർഗം നിന്നിലുള്ള പ്രതീക്ഷയല്ലാത്ത വേറെ ഒരു വഴിയും എൻ്റെ മുമ്പിലില്ല. നീ റഹ്മാനാണ് എന്നൊരു പ്രതീക്ഷ മാത്രം, നീ ആരോടും കാരുണ്യം ചെയ്യുന്നവനാണ്, പൊറുക്കുന്നവനാണ് എന്നൊരു പ്രതീക്ഷയല്ലാതെ എൻ്റെ മുമ്പിൽ വേറെയില്ല. മാത്രമല്ല, ഞാൻ മുസ്ലിം കൂടിയാണ്, അമലുകളൊന്നുമില്ലെങ്കിലും വജമീലു ളന്നി സുമ്മ അന്നി മുസ്ലിമൂ, ഞാൻ മുസ്ലിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ആളാണ്, അമലൊന്നുമില്ലെങ്കിലും. പിന്നെ മാത്രമല്ല, നീ വലിയ മാപ്പ് കൊടുക്കുന്ന ആളാണ് എന്ന പ്രതീക്ഷയുമില്ലാതെ വേറെ ഒന്നും നിന്നോട് പൊറുക്കലിനെ ചോദിക്കാനില്ല എന്ന് ഞാൻ പാടിയ വരികളുമാണ് എനിക്ക് റബ്ബ് തആല എൻ്റെ തൗബ സ്വീകരിച്ച് എനിക്കെല്ലാ പാപങ്ങളും പൊറുക്കാൻ കാരണമെന്ന് മഹാനായ അബൂനുവാസ് ബഹുമാനപ്പെട്ടവർ തൻ്റെ കൂട്ടുകാരനാകുന്ന അന്നത്തെ വലിയ പണ്ഡിതനാകുന്ന മുഹമ്മദ് ബിൻ നാഫിഅ എന്ന വാഹിദനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തവരാണെങ്കിലും, എന്തൊക്കെ അപരാധങ്ങൾ വന്നവരാണെങ്കിലും അതൊക്കെ റബ്ബിനോട് ഏറ്റുപറയാൻ തയ്യാറായാൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കും. അതിന് പറ്റിയ റഹ്മത്തിൻ്റെ അവസാന സമയങ്ങളാണ് മുഅ്മിനീങ്ങളേത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹുവേ, നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്.